ഇന്ന് വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സൈനിക തല ചർച്ചയും നടക്കുകയാണല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹോട്ട്ലൈൻ സംഭാഷണം ഉണ്ടാകുമെന്നാണ് സൂചന. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് അർജുൻ? മോദി, ഇത് DGMO തലത്തിലുള്ള ചർച്ചയാണോ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. മറിച്ചൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള സംഭാഷണമായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ സംഭാഷണവും വെടിനിർത്തൽ ധാരണയോടനുബന്ധിച്ചുള്ള മൂന്നാമത്തെ സംഭാഷണവുമായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് സേനാ പിന്മാറ്റമാണ്. അതായത് ഇപ്പോഴുള്ള ഫോർവേഡ് ഡിഫൻസ്, അതായത് ഈ യുദ്ധസജ്ജമായി നിൽക്കുന്ന സൈന്യത്തെ പ്രീ ഏപ്രിൽ ഡിപ്ലോയ്മെൻറ്റ്, അതായത് ഈ ഇന്ത്യയുടെ തിരിച്ചടിയും പഹൽഗാം ഭീകരാക്രമണത്തിനുമൊക്കെ മുൻപ് സൈന്യത്തിനുണ്ടായ വിന്യാസമുണ്ട്, ഡിപ്ലോയ്മെൻറ്റുകളുണ്ട്. അവിടേക്ക് ഇവരെ പിന്മാറ്റുന്നത്, അത് ഇന്ത്യയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും ആ പിന്മാറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഹോട്ട്ലൈൻ സംഭാഷണത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ തവണ തിങ്കളാഴ്ച നടന്ന സംഭാഷണത്തിൽ ചർച്ചയായിരുന്നു. ഏതായാലും സേനാ പിന്മാറ്റം കുറച്ചുകൂടി കാര്യമായി ഇരു രാജ്യങ്ങളും പരിഗണിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് യുദ്ധമുഖത്താണ് ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈന്യം ഉള്ളത്. അവിടെ നിന്നും കാര്യങ്ങൾ കുറച്ചുകൂടി തണുപ്പിച്ച് പഴയ ഡിപ്ലോയ്മെന്റുകളിലേക്ക്, അതായത് ഡ്രോണുകൾ ഏതെങ്കിലും നമ്മുടെ അതിർത്തിയിലേക്ക് വന്നോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കുക അർജുൻ. മോദി, ഇന്നലത്തെ രാത്രി പൊതുവെ ശാന്തമായിരുന്നു. അതായത് പ്രത്യേകിച്ച് എവിടെയും ഇത്തരത്തിൽ ഡ്രോണുകളുടെ ഒന്നും തന്നെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും വെടിവെപ്പുമില്ല, അതുപോലെ ഷെല്ലിങ്ങുമില്ല. ഏറ്റവും ജാഗ്രത പുലർത്തുന്നത് ജമ്മു കാശ്മീരിലാണ്, പ്രത്യേകിച്ചും കശ്മീർ താഴ്വരയിൽ, ഒപ്പം പഞ്ചാബിലും ഹരിയാനയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും എല്ലാം തന്നെ ഈ ഒരു ജാഗ്രത ഇപ്പോഴും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും ബ്ലാക്ക് ഔട്ടുകൾ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഒരു സുരക്ഷാ മുൻകരുതൽ എന്നുള്ള തരത്തിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ രാത്രിയിൽ എന്തായാലും അതിർത്തിയിൽ അടക്കം ഡ്രോണുകളുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. താഴ്വര കൂടുതൽ ശാന്തതയിലേക്ക് പോകുന്നു. സ്കൂളുകൾ അടക്കം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കൂടുതൽ സ്കൂളുകൾ ഈ അതിർത്തി പ്രദേശങ്ങളിലും തുറക്കുന്ന കാര്യം ഇപ്പോൾ സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് തിരികെ എത്തിയോ? ഈ DGMO തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം അവർ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവരൊക്കെ തിരികെ എത്തി തുടങ്ങിയോ? പലരും പലായനം ചെയ്തു പോയ പലരും ഇപ്പോൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം പലർക്കും വീട് നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിലൊക്കെ വളരെയധികം നാളുകൾ ഇനിയും തുടരേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ താൽക്കാലിക ക്യാമ്പുകളിലേക്ക് ഇവരെ എല്ലാവരെയും അധിവസിപ്പിക്കേണ്ട ഒരു നടപടിയിലേക്ക് എല്ലാം സർക്കാർ നീങ്ങുകയാണ്. ഈ വെടിനിർത്തൽ ധാരണ വന്നു, പക്ഷേ പലപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നു. ഈ DGMO തലത്തിലുള്ള ചർച്ച തിങ്കളാഴ്ചയ്ക്ക് ശേഷവും തിങ്കളാഴ്ച രാത്രിയും പലയിടത്തും ഡ്രോണുകൾ കണ്ടിരുന്നു. ഇന്നലെ രാത്രി ആണ് അതിനൊരു വ്യത്യാസം ഉണ്ടായത്, അതായത് ഡ്രോണുകൾ എവിടെയും ഉണ്ടാകാതിരുന്നത്. അതുകൊണ്ട് ആളുകൾ വലിയ തോതിലൊന്നും തന്നെ ഇപ്പോഴും മടങ്ങി പോകുന്നില്ല. അതിൽ ഏറ്റവും പ്രധാന കാര്യം പലരും വീടുകളടക്കം നഷ്ടപ്പെട്ടു, അവരെയൊക്കെ പുനരധിവസിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. പലരും ക്യാമ്പുകളിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഈ അതിർത്തി ഗ്രാമങ്ങളിലേക്കുള്ള മടക്കിപ്പോക്ക് അത് കുറച്ച് നാളുകൾ കൂടിയെങ്കിലും അവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ച് വൈകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ സേനാ പിന്മാറ്റത്തിൻ്റെ ഒരു സമയമെങ്കിലും ഒരുപക്ഷെ അവർ കാത്തു നിന്നേക്കാം. അതിനുശേഷമായിരിക്കാം പുനരധിവസിപ്പിച്ചവരെ ആ തരത്തിലും, അതല്ലാതെ മറ്റു വീടുകളുള്ളവർ അങ്ങോട്ട് മടങ്ങിപ്പോകുന്ന കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ. ശരി, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്.